സൂറത്തുൽ ഫാത്തിറിൽ പറയുന്നുണ്ട്, അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചത് 2, 3, 4 ചിറകുകളുള്ള ദൂതന്മാരായിട്ടാണ്. അതിനുശേഷം അള്ളാഹു പറയുന്നു, അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ അവരെ സൃഷ്ടിക്കുന്നു. നിരവധി ഹദീസുകളിൽ മലക്കുകളുടെ വലിപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സിംഹാസനം താങ്ങുന്ന മലക്കുകളുണ്ട്, 8 കൂട്ടം മലക്കുകൾ. അവരുടെ ചെവി മുതൽ തോൾ വരെയുള്ള ദൂരം 700 വർഷത്തെ യാത്രാ ദൂരമുണ്ട്. 700 വർഷം ഒരു പക്ഷി പറന്നെത്തുന്ന ദൂരം. അത്രയേറെ വലിപ്പമുള്ള മലക്കുകളാണ് അള്ളാഹുവിൻ്റെ ഹർഷ് വഹിക്കുന്നത്. ഓരോരുത്തരുടെ ജോലി അനുസരിച്ച് അവരുടെ വലിപ്പത്തിന് വ്യത്യാസങ്ങളുള്ളവരുണ്ട്. മലക്കുകളിൽ ഏറ്റവും പ്രധാനിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അദ്ദേഹത്തിന് 600 ചിറകുകളുണ്ട്. മുത്തുനബി പറഞ്ഞു, ഒരു ചിറക് ചക്രവാളത്തെ മുഴുവൻ മൂടാൻ മാത്രം വലിപ്പമുള്ളതാണ്. അതുപോലെ അവർക്ക് കണ്ണുകളുണ്ട്. മുത്തുനബി പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, കാഹളത്തിൽ ഊതാൻ കൽപ്പിച്ചിരിക്കുന്ന മലക്ക് ചെവി കൂർപ്പിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് 2 കണ്ണും നോക്കിയിരിക്കുകയാണ്. അള്ളാഹു എപ്പോഴാണോ കാഹളത്തിൽ ഊതാൻ പറയുന്നത് അത് വൈകി പോകുമോ എന്ന ഭയഭക്തി കൊണ്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ അർശിൻ്റെ ഭാഗത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ആ 2 കണ്ണുകളും നക്ഷത്രങ്ങൾ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് ക്ഷീണമോ തളർച്ചയോ ഇല്ല, മടുപ്പ് തോന്നുന്നവരോ അല്ല. അവർ അള്ളാഹുവിന് വേണ്ടി സദാസമയവും ദിക്ർ ചൊല്ലിക്കൊണ്ടും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടും സമയം ചിലവഴിക്കുകയാണ്. അവർക്ക് സ്ഥാനമാനങ്ങളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ അറിയാവുന്നതാണ്. സയ്യിദുൽ മലായിക്ക എന്ന പദവി അലങ്കരിക്കുന്ന മലക്കാണ് അദ്ദേഹം. ഇസ്രാഹ മിറാജ് യാത്രയിൽ നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പൂർണ്ണ രൂപത്തിൽ കണ്ടതിനെക്കുറിച്ച് സൂറത്തുൽ നജ്മിൽ പറയുന്നുണ്ട്. മറ്റൊരു തവണ നബി തങ്ങൾ അദ്ദേഹത്തിനെ കണ്ടത് സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്നുണ്ട്. ഞാൻ അന്നത്തെ ദിവസം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. അദ്ദേഹത്തിന് 600 ചിറകുകളുണ്ടായിരുന്നു. ആ ചിറകുകൾ എൻ്റെ മുന്നിൽ വിടർത്തിയ സമയം അതിൽ നിന്ന് മുത്തും പവിഴവും പൊഴിയുന്നുണ്ടായിരുന്നു. ഇതുപോലെ മനോഹരമായ രൂപമുള്ള മലക്കുകളുണ്ട്. അതുപോലെ തന്നെ ഭീകര രൂപമുള്ളവരുമുണ്ട്. നമുക്കറിയാം, നരകത്തെ കാക്കുന്ന മലക്കാണ് മാലിക് അലൈഹിസ്സലാം. അദ്ദേഹത്തിനെ വളരെ ഭീകരമായ രൂപത്തോടെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം നരകത്തിൻ്റെ ഭീകരത കൊണ്ട് ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാത്ത മലക്കാണ് അദ്ദേഹം.